നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചാലക്കുടി ക്രിമിറ്റോറിയം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കണമെന്ന് സാംബവ മഹാസഭ ചാലക്കുടി യൂണിയൻ ആവശ്യപ്പെട്ടു. ലോക പ്രമേഹ രോഗ ദിനത്തോടനുബന്ധിച്ച് ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. കുടുംബ വഴക്കിനെ തുടർന്ന് പ്രസവിച്ച് 18 ദിവസം മാത്രമായിട്ടുള്ള ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവ്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കിക്കൊണ്ടിരുന്ന 2 സ്ഥാപനങ്ങൾ നഗരസഭ സീൽ ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് പദ്ധതി വർണ്ണക്കൂടാരം ഉദ്ഘാടനം നടത്തി. വടക്കാഞ്ചേരി ഏങ്കക്കാട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 15 പവൻ കവർന്ന സംഭവത്തിൽ 48 മണിക്കൂറിനകം പ്രതികൾ പിടിയിൽ. പ്രസിദ്ധമായ ഞെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന് കൊടിയേറി. ചാലക്കുടി താലൂക്കിലെ റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. ലയൺസ് ക്ലബ് ഓഫ് പേരാമ്പ്ര ഡ്രീം സിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരിയായ യുവതിക്ക് വീൽചെയർ നൽകി. തലവളിക്കര ചാത്തനായ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്നദാനത്തിന് തുടക്കമായി. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി ക്രിമിറ്റോറിയം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കണമെന്ന് സാംബവ മഹാസഭ ചാലക്കുടി യൂണിയൻ ആവശ്യപ്പെട്ടു. ചാലക്കുടി നഗരസഭയിലും സമീപ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ മരണപ്പെടുന്ന പട്ടികജാതിക്കാർക്കും ആശ്രയമായ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ അപകടത്തിലാണെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും നഗരസഭ നടപടികൾ സ്വീകരിക്കാതിരുന്നതിനെ യോഗം അപലപിച്ചു. ക്രിമിറ്റോറിയം എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് യൂണിയൻ നിവേദനം നൽകി. യൂണിയൻ സെക്രട്ടറി VM സുബ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കലാഭവൻ ജയൻ, PK സാജൻ, KM രാജൻ, VK മോഹനൻ, KK ബാബു, KV അജി തുടങ്ങിയവർ സംസാരിച്ചു. ഡാമേജ് ആയിട്ട് കിടന്നിട്ട് പുകക്കുഴൽ വീണ് കാറ്റാണ് ഇപ്പോൾ പറയുന്നത്. കാറ്റുകൊണ്ടാണ് വീണെന്ന് പറയുന്നത്. ഇപ്പോൾ കാറ്റിനാണ് കുറ്റം, അല്ലാണ്ട് ഇതിൻ്റെ അറ്റകുറ്റപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാത്തതിലൊന്നും ഒരു കുറ്റമല്ല. ശക്തമായ കാറ്റുകൂടി പുകക്കുഴൽ വീണെന്ന് പറയണം. അപ്പോൾ ആ പുകക്കുഴൽ ഡാമേജ് ആയിരുന്നു, മാസങ്ങളോളം ആ പുകക്കുഴൽ ഡാമേജ് ആയിരുന്നു. ലോക പ്രമേഹ രോഗ ദിനത്തോടനുബന്ധിച്ച് ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആളൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ആശാപ്രവർത്തകർ, അങ്കണവാടി പ്രവർത്തകർ എന്നിവർക്കായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിനയൻ അധ്യക്ഷനായ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാർ, ICDS സൂപ്പർവൈസർമാർ, ആശ, അങ്കണവാടി പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ക്ലാസിൽ പങ്കെടുത്തു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അല്ലി പ്ലാക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് ഫിൽഫ്രഡ്, ഹെൽത്ത് സൂപ്പർവൈസർ ആന്റോ AJ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കാലക്രമേണ നല്ല മാറ്റം സംഭവിക്കും. അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ ഹെൽത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കലിയറ്റിങ്കര പോളിടെക്നിക്കിലൊരു ക്യാമ്പ് നടത്തിയിരുന്നു. നമ്മുടെ ആളൂർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും പരിശോധന നടത്തിയിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ റെയിൽവേ പോലീസും കേരള പോലീസും സംയുക്തമായി പരിശോധന നടത്തുന്നതിനിടയിലാണ് പ്ലാസ്റ്റിക്കിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ഏകദേശം 8 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ തെക്കേയറ്റത്തുള്ള എക്സലേറ്ററിന് സമീപമാണ് പ്ലാസ്റ്റിക് സഞ്ചിയിൽ സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത്.
ആൾസഞ്ചാരമില്ലാത്തയിടത്ത് സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. സമീപത്തൊന്നും ഉടമസ്ഥരെന്ന് തോന്നുന്ന ആരുമില്ലായിരുന്നു. ഏകദേശം ഉച്ചയോടെ ധൻബാദ് എക്സ്പ്രസ് വന്നു പോയതിനു ശേഷമായിരുന്നു സംയുക്ത പരിശോധനയിൽ റെയിൽവേ പോലീസും കേരള പോലീസും കഞ്ചാവ് കണ്ടെത്തിയത്. കഞ്ചാവിന് ഏകദേശം 8 ലക്ഷം രൂപയോളം വില വരുമെന്ന് കേരള പോലീസ് റെയിൽവേ സ്റ്റേഷൻ SHO തോമസ് KO പറഞ്ഞു. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച പ്രതികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തുന്നത്. വിൽപ്പന ആവശ്യത്തിനായി കേരളത്തിലേക്ക് എത്തിച്ച കഞ്ചാവാണിതെന്നും പോലീസിനെ കണ്ട പ്രതികൾ രക്ഷപ്പെട്ടതാവാമെന്നാണ് കരുതുന്നതെന്നും അന്വേഷണ സംഘം പറഞ്ഞു. പിടിച്ചെടുത്ത കഞ്ചാവ് നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. കേരള പോലീസ് റെയിൽവേ സ്റ്റേഷൻ SHO തോമസ്, ഗ്രേഡ് SIമാരായ മനോജ് കുമാർ, ജയകുമാർ, അനൂപ് സുഗിൽ, RPF ഉദ്യോഗസ്ഥരായ CI അജയ് കുമാർ, ASI പ്രദീപ്, ASI തോമസ്, ഐക്കോ ഹെഡ് കോൺസ്റ്റബിൾ പ്രദീപ് എന്നിവരാണ് സംയുക്ത പരിശോധന നടത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്ന് പ്രസവിച്ച് 18 ദിവസം മാത്രമായിട്ടുള്ള ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവ്. കാട്ടൂർ പണിക്കർമൂല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ജീവപര്യന്തം തടവിന് പുറമെ 1,51,500 രൂപ പിഴ ഒടുക്കാനും കോടതി ശിക്ഷിച്ചു. ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി N വിനോദ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. 2022 ഓഗസ്റ്റ് 20 വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുടുംബ വഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം. രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് 18 ദിവസം മാത്രമായിട്ടുള്ള ഹാഷിദയെയാണ് ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന വാൾ ഉപയോഗിച്ച് ഹാഷിദയെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തടയാൻ ചെന്ന ഹാഷിദയുടെ പിതാവ് നൂറുദ്ദീന്റെ തലയ്ക്കും മുഹമ്മദ് ആസിഫ് വെട്ടി. ഹാഷിദയുടെ മാതാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ഹാഷിദ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അടുത്ത ദിവസം മരണപ്പെടുകയായിരുന്നു. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 58 സാക്ഷികളെ വിസ്തരിക്കുകയും 97 രേഖകളും 24 തൊണ്ടി മുതലുകളും ഹാജരാക്കുകയും ചെയ്തിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് ജെയിംസ്, എബിൻ ഗോപുരൻ, അൽജോ പി ആന്റണി എന്നിവർ ഹാജരായി. മുനിസ് വക്കീല് എല്ലാവരോടും വളരെ നന്ദി. ഞങ്ങളെ കേസ് ഇത്രയും നല്ലതിൽ ഞങ്ങളുടെ മോൾ പോയതിന് പകരമൊന്നും ആവില്ല. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ സഹകരിച്ച എല്ലാ സാറന്മാരോടും അമ്മമാരോടും ഞങ്ങൾക്ക് വളരെ കടപ്പാടും നന്ദിയുണ്ട്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കിക്കൊണ്ടിരുന്ന 2 സ്ഥാപനങ്ങൾ നഗരസഭ സീൽ ചെയ്തു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ത് ടൂറിസ്റ്റ് ഹോം, സർവീസ് റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തീരം റെസ്റ്റോറന്റ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും നഗരസഭാ ചെയർമാൻ AB ജോർജ് പറഞ്ഞു. പരിശോധന വരും ദിവസങ്ങളിൽ തുടരുന്നതാണ്. 2 സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലമാണ് കാനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പൈപ്പിന്റെ ഉറവിടം വരും ദിവസങ്ങളിൽ കണ്ടെത്തി മേൽ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. മാസങ്ങളായി ദുർഗന്ധം വരുന്ന കറുത്ത മലിനജലം ഒഴുകി വരുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ AB ജോർജിന്റെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയെങ്കിലും പൈപ്പുകൾ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. വെള്ളിയാഴ്ച കാനയിലെ മലിനജലം പൈപ്പ് ഉപയോഗിച്ച് വാഹനത്തിലേക്ക് മാറ്റി പരിശോധന നടത്തിയപ്പോഴാണ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പൈപ്പുകൾ കാനയിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടെത്തിയത്. കക്കൂസ് മാലിന്യം അടക്കമാണ് റോഡിലേക്ക് ഒഴുകുന്നത്. ഇതുമൂലം വലിയ ദുർഗന്ധമായിരുന്നു. രാത്രി സമയത്താണ് മലിനജലം കാനയിലേക്ക് ഒഴുക്കിവിട്ടിരുന്നത്. മലിനജലം കാന നിറഞ്ഞ റോഡിലേക്കും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കും ഒലിച്ചു പോവുകയായിരുന്നു. ഈ മലിനജലത്തിലൂടെ ചവിട്ടിയാണ് യാത്രക്കാരടക്കമുള്ള ജനങ്ങൾ മാസങ്ങളായി ഇതുവഴി സഞ്ചരിച്ചിരുന്നത്. സമീപത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് കൂടുതലായി ദുരിതം അനുഭവിച്ചിരുന്നത്. പരിശോധനയ്ക്ക് ആരോഗ്യ വിഭാഗം ചെയർമാൻ ദീപു ദിനേശ്, കൌൺസിലർ തോമസ് മാളിയേക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ DGDD, JHIമാരായ സിനോ മരിയ, AS സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. ചികിത്സയിലായിരുന്ന നഗരസഭാ ചെയർമാൻ AB ജോർജ് വാർഡ് കൌൺസിലറോട് പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വാർഡ് കൌൺസിലർ അതിന് തയ്യാറാവാതെ പ്രതിഷേധം സംഘടിപ്പിക്കുവാനായിരുന്നു ശ്രമം. സുഖമില്ലാത്തത് കാരണം ഞാൻ പുറത്തേക്ക് വരുന്നുണ്ടായില്ല. ഇവിടുത്തെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്ന മലിനീകരണത്തിൻ്റെ പ്രശ്നമൊക്കെ ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ തന്നെ ഈ വാർഡിലെ കൗൺസിലർമാരൊക്കെ
ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ വാർഡിലെ കൗൺസിലർ വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ പറയുന്ന ഇന്നിപ്പോൾ ഇവിടെ കണ്ട ഈ സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുക്കാമെന്നും നിങ്ങൾ ആ ജോലി ചെയ്ത് തീർക്കാനും പറഞ്ഞാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിക്കില്ല എന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് പദ്ധതി വർണ്ണക്കൂടാരം ഉദ്ഘാടനം നടത്തി. GLPS ചാലക്കുടി വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ AB ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ, വാർഡ് കൌൺസിലർ നിത പോൾ, DPO ജോളി VG, BBC CG മുരളീധരൻ, പ്രധാന അധ്യാപിക മിനി K വേലായുധൻ, PTA പ്രസിഡന്റ് ജസ്റ്റിൻ NL എന്നിവർ സംസാരിച്ചു. വർണ്ണക്കൂടാരം പദ്ധതിയുടെ ശില്പി പവിത്രൻ കലിക്കൽ, ചിത്രകാരൻ ദിനേശ് OS എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വടക്കാഞ്ചേരി ഏങ്കക്കാട് അടച്ചിട്ട വീട് കുത്തി തുറന്ന് 15 പവൻ കവർന്ന സംഭവത്തിൽ 48 മണിക്കൂറിനകം പ്രതികൾ പിടിയിൽ. ഏങ്കക്കാട് സ്വദേശി മുഹമ്മദ് ഹസൻ, തമിഴ്നാട് സ്വദേശി ശിവ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ചയായിരുന്നു ഏങ്കക്കാട് സ്വദേശി കളത്തിൽപ്പറമ്പിൽ കുഞ്ഞാന്റെ അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന് പ്രതികൾ കവർച്ച നടത്തിയത്. വടക്കാഞ്ചേരി CI റിജിൻ M തോമസ്, SI അനുരാജ്, SCPO സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് 48 മണിക്കൂറിനകം പ്രതികളെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങളോ മറ്റോ ഇല്ലാതിരുന്ന കേസിൽ പ്രാദേശികമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രസിദ്ധമായ ഞെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി ശശിധരൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും ചേർന്നാണ് കൊടിയേറ്റിയത്. ക്ഷേത്രം പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടൻ, സെക്രട്ടറി സ്വാതികുമാർ ചാത്തപ്പായി, ട്രഷറർ അനൂപ് മണപ്പെട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് 22 ദേശങ്ങളിലും ഉത്സവത്തിന് കൊടിയേറി. നവംബർ 21-നാണ് പൂയം. ചാലക്കുടി താലൂക്കിലെ റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. 15 ദിവസമായി റേഷൻ കടകളിലേക്കുള്ള സാധനങ്ങളുടെ വിതരണം നിലച്ചതോടെ റേഷൻ കിട്ടാതെ സാധാരണക്കാർ വലയുകയായിരുന്നു. കൊമ്പിടിയിലെ സിവിൽ സപ്ലൈസിന്റെ ഗോഡൌണിൽ നിന്നും റേഷൻ സാധനങ്ങൾ കൊണ്ടുപോകേണ്ട കരാറുകാരന്റെ തെറ്റായ നടപടിയാണ് പ്രശ്നത്തിന് കാരണമായത്. ഗോഡൌൺ സന്ദർശിച്ച ശേഷം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ, ജില്ലാ കളക്ടർ, സിവിൽ സപ്ലൈസ് കമ്മീഷണറുമായി MLA ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. താലൂക്കിലെ റേഷൻ വിതരണം നിലച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രി MLA മൊബൈലിൽ ബന്ധപ്പെട്ടപ്പോൾ മന്ത്രി അറിയിച്ചു. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ വേണ്ട നിർദ്ദേശം നൽകാമെന്ന് മന്ത്രി MLAയെ അറിയിച്ചു. റേഷൻ വിതരണം നിലച്ചതോടെ 60ഓളം വരുന്ന തൊഴിലാളികൾക്ക് 15 ദിവസമായി തൊഴിൽ നഷ്ടമാവുകയായിരുന്നു. ചാലക്കുടി താലൂക്കിലെ 185ഓളം റേഷൻ കടകളിലേക്ക് കഴിഞ്ഞ 15 ദിവസമായി ഇവിടെ നിന്നും ലോഡ് കൊണ്ടുപോകുന്നില്ല. നിലവിൽ സംസ്ഥാനത്ത് വാതിൽപ്പടി റേഷൻ വിതരണം നടത്തുന്ന വാഹനങ്ങൾക്ക് സർക്കാർ 3 മാസത്തെ പണം കുടിശ്ശികയുണ്ടെന്നും അതുമൂലം പല ജില്ലകളിലും റേഷൻ വിതരണം തടസ്സമായിട്ടുണ്ടെങ്കിലും ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകേണ്ട കരാറുകാരൻ ലോഡ് കൊണ്ടുപോകുവാൻ വാഹനങ്ങൾ വിട്ടു നൽകുവാൻ തയ്യാറായിരുന്നില്ല. സന്ദർശിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കരാറെടുത്ത ആളുകൾ ഇവിടെ അത് സപ്ലൈ ചെയ്യാനായിട്ട് അവർ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ബഹുമാനോടെ മന്ത്രിയുടെ ശ്രദ്ധയിലും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസിൻ്റെ MDയുടെ ശ്രദ്ധയിലും ജില്ലാ കളക്ടർ ശ്രദ്ധയിലും ഈ വിഷയം എത്തിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഇത് നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ ജനകീയ സമരങ്ങളിലേക്ക് നീങ്ങേണ്ട സാഹചര്യമാണുള്ളത്. ലയൺസ് ക്ലബ് ഓഫ് പേരാമ്പ്ര ഡ്രീം സിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരിയായ യുവതിക്ക് വീൽചെയർ നൽകി. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ അശോകൻ MJF,
ലയൺസ് ക്ലബ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ലയൺ ജോയ്സൺ കിരിയത്ത്, സെക്രട്ടറി ലയൺ TK മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് വീൽചെയർ നൽകിയത്. ചടങ്ങിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ കൃഷ്ണകുമാർ, ലയൺ PD ജോസ് MJF, ലയൺ MA ജോൺസൺ, ലയൺ ജോയ് മാഞ്ഞാങ്ങ എന്നിവർ സന്നിഹിതരായിരുന്നു. തലവണിക്കര ചാത്തനായിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്നദാനത്തിന് തുടക്കമായി. കഴിഞ്ഞ 10 വർഷമായി നടത്തിവരുന്ന മണ്ഡലം 41 ദിവസം നീണ്ടുനിൽക്കുന്ന അന്നദാനത്തിനാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൃഷ്ണദാസ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് പ്രൗഢോജ്വലമായി ആരംഭം കുറിച്ചത്. ട്രസ്റ്റ് പ്രസിഡന്റ് AG രാജേഷ്, സെക്രട്ടറി A സുരേഷ് കുമാർ, കമ്മിറ്റി അംഗങ്ങളായ മഹാദേവ്, രവീന്ദ്രൻ, നിരവധി ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അന്നദാന വിതരണം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6935 രൂപ, പവന് 55,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ക്രിമിറ്റോറിയം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കണമെന്ന് സാംബവ മഹാസഭ ചാലക്കുടി യൂണിയൻ ആവശ്യപ്പെട്ടു. ലോക പ്രമേഹ രോഗ ദിനത്തോടനുബന്ധിച്ച് ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. കുടുംബ വഴക്കിനെ തുടർന്ന് പ്രസവിച്ച് 18 ദിവസം മാത്രമായിട്ടുള്ള ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവ്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കിക്കൊണ്ടിരുന്ന 2 സ്ഥാപനങ്ങൾ നഗരസഭ സീൽ ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് പദ്ധതി വർണ്ണക്കൂടാരം ഉദ്ഘാടനം നടത്തി. വടക്കാഞ്ചേരി ഏങ്കക്കാട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 15 പവൻ കവർന്ന സംഭവത്തിൽ 48 മണിക്കൂറിനകം പ്രതികൾ പിടിയിൽ. പ്രസിദ്ധമായ ഞെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന് കൊടിയേറി. ചാലക്കുടി താലൂക്കിലെ റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. ലയൺസ് ക്ലബ് ഓഫ് പേരാമ്പ്ര ഡ്രീം സിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരിയായ യുവതിക്ക് വീൽചെയർ നൽകി. തലവണിക്കര ചാത്തനായിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്നദാനത്തിന് തുടക്കമായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. പുതുക്കാട് ചാലക്കുടി മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.